Hi friends, welcome to SJTutorialsLive. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജാവ പ്രോഗ്രാമിംഗിന്റെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ജാവ പ്രോഗ്രാമിംഗ്. ഓക്കെ, യൂണിറ്റ് 1 ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ഓപ്സ് കൺസെപ്റ്റുകളാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ഓപ്സ് കൺസെപ്റ്റ് എല്ലാറ്റിലും ഒരേപോലെ തന്നെയാണ്. ഓപ്സിൽ വരുന്ന എല്ലാ കൺസെപ്റ്റുകളും അറിയണം. ക്ലാസ്, ഒബ്ജക്റ്റ്, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇതിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എസ്സേക്ക് ചോദിക്കും, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഓപ്സ് കൺസെപ്റ്റ് ഇൻ ജാവ എന്ന് പറഞ്ഞ് ചോദിക്കും. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഇൻഹെറിറ്റൻസോ പോളിമോർഫിസോ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഇതാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ടേം അറിയുക എന്നുള്ളതാണ്. ഇതെന്താണ് മീൻ ചെയ്യണത് എന്നുള്ളത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലെ ഓരോ ടേമുകളും അറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ജാവന്റെ JVM എന്താണ്, ജാവ വെർച്വൽ മെഷീൻ എന്താണെന്നുള്ളത്, അതുപോലെ ബൈറ്റ് കോഡിന്റെ ആവശ്യകത. ബൈറ്റ് കോഡ് നമുക്കറിയാം, ജാവ കമ്പൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈറ്റ് കോഡുകൾ കിട്ടും. ഈ ബൈറ്റ് കോഡിന് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാം. അതുകൊണ്ടാണ് ജാവനെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈറ്റ് കോഡിന്റെ കൺസെപ്റ്റ് ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ സിമ്പിൾ പ്രോഗ്രാമിംഗ് അതൊന്നും ചോദിക്കാറില്ല. പിന്നെ ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സുകൾ ചോദിക്കാറുണ്ട്. ജാവന്റെ പ്രിമിറ്റീവ് കോമൺ ആയിട്ടുള്ള ഇൻഡി പ്ലോട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. ദെൻ കമന്റ്സ്, എങ്ങനെയാണ് കമന്റ് ചെയ്യാന്നുള്ളത്, //** ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. കീവേഡ്സ്, ലിറ്ററൽസ്, ഇതൊക്കെ കോമൺ. ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ സാധാ C++ലൊക്കെ ഉള്ള അതേപോലെ തന്നെയാണ്. ദെൻ അറേന്റെ കൺസെപ്റ്റ് അതറിയണം. ഒബ്ജക്റ്റ്, പാസിംഗ് ഒബ്ജക്റ്റ്, ക്ലാസ്, ഡൈനാമിക് മെത്തേഡ് എന്താണെന്നുള്ളത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർ റൈഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇന്റർഫേസ് ഇമ്പോർട്ടൻ്റ് ആണ്. പാക്കേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതായത് മെയിനായിട്ട് വരുന്നത് ഈ സൂപ്പർ കീവേഡ്, അതല്ലെങ്കിൽ മെത്തേഡ് ഓവർലോഡിങ്, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ക്ലാസ്, ഇന്റർഫേസിന്റെ കൺസെപ്റ്റ്, പാക്കേജ്, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഇവിടെ ചോദിക്കുന്നത് JVMന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് essay ക്വസ്റ്റ്യൻസ് ആയിട്ട് സാധാരണ ഒന്നും ചോദിക്കാറില്ല. അറേനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ കാര്യങ്ങളാണ് ചോദിക്കുക. അതുപോലെ ഈ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ്, ബ്രേക്ക്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകൾ, ഇതിലൊക്കെ അറിയണം എന്താണെന്നുള്ളത്. ജമ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പെട്ടാണ് കണ്ടിന്യൂ, അതുപോലെ ബ്രേക്ക് ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം, ചെറിയൊരു എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കുക. ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഇനി തേർഡ് മൊഡ്യൂൾ ആണെങ്കിൽ എക്സെപ്ഷൻസ് ആണ് വരുന്നത്. മെയിനായിട്ട് IO എക്സെപ്ഷൻസ്, അതുപോലെ എക്സെപ്ഷന്റെ ക്ലാസ്സുകൾ, ഫയൽ ക്ലാസ്, സ്ട്രീം ഇൻപുട്ട്, ജാവയിൽ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് കീബോർഡിൽ IO ഫയൽ ഇൻപുട്ടുകളുണ്ട്, ക്യാരക്ടർ സ്ട്രീംസ് ഉണ്ട്, അതുപോലെ ബഫർ റീഡർ ഉണ്ട്. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിങ്ങിൽ പെട്ട റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഏതെങ്കിലും രണ്ട് മെത്തേഡുകൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ജാവയിൽ. ഓക്കെ, പിന്നെ അതാണ് ഈ 3 ഏരിയയിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ത്രെഡ് വേഴ്സസ് പ്രോസസ്, ഇത് ഡിഫറൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ത്രെഡും പ്രോസസ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡയമണ്ട് ത്രെഡ് എന്താണെന്ന്. 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയമണ്ട് ത്രെഡ് എന്താണെന്നുള്ളത്. അതുപോലെ സിങ്ക്രണൈസേഷൻ എന്താണെന്നുള്ളത്. സിങ്ക്രണൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്സ്, ട്രൈ, ക്യാച്ച്, ത്രോസ്, ഇതൊക്കെയാണ്. അത് അറിഞ്ഞിരിക്കണം, അതിൻ്റെ മെക്കാനിസങ്ങൾ. ദെൻ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ, അത് ഈ എക്സെപ്ഷൻ്റെ കൂടെ തന്നെയാണ്. യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ എന്താണെന്നുള്ള അറിയാം. അതുപോലെ ഫൈനലി ബ്ലോക്ക്, എക്സെപ്ഷൻ്റെ ബാക്കി തന്നെയാണ് ഫൈനലി ബ്ലോക്ക്. ഈ എക്സെപ്ഷൻ ഒരു essay ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഡിഫറെന്റ് എക്സെപ്ഷൻ ഹാൻഡിൽ മെക്കാനിസം എന്ന് പറഞ്ഞു ചോദിക്കും. അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ബാക്കി ഇതിൽ വരുന്നത് ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിങ്ങിന്റെ കൺസെപ്റ്റിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ essay ആയിട്ട് ഈ ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ മെക്കാനിസം. ഓക്കെ, 1-2 മാർക്കിന് ഡയമണ്ട് ത്രെഡിന്റെ കൺസെപ്റ്റ് കാര്യങ്ങൾ. അതാണ് ഈ തേർഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാനുള്ളത്. ഇനി ഫോർത്ത് മൊഡ്യൂൾ ആണെങ്കിൽ ഡാറ്റാബേസിന്റെ കൺസെപ്റ്റ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ഒരു പോർഷൻ ഇതിൽ നിന്നാണ് ചോദിക്കുക. DBസിന്റെ കണക്ഷൻ, ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി, അതിന്റെ കണക്ഷന്റെ കാര്യങ്ങൾ, കണക്ഷൻ നടത്താനുള്ള ക്വറികൾ എന്തൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്, അതുപോലെ റിസൾട്ട് ഫെച്ച് ചെയ്യാനുള്ളത്, ഡാറ്റാബേസിക്ക് ഇൻസേർട്ട് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, ക്രൂഡ് ഓപ്പറേഷൻസ്, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇങ്ങനത്തെ ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള അതിന്റെ കോഡ്, തിയറി കോഡ് പഠിച്ചിരിക്കുക. അത് ഒരു essayക്ക് സാധാരണ ചോദിക്കുന്നതാണ്. പിന്നെ വരുന്ന കൺസെപ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ
അപ്ലെറ്റിനെ കുറിച്ചാണ്. അപ്ലെറ്റ് വെബ് പ്രോഗ്രാമിംഗിൽ ജാവന്റെ കൺസെപ്റ്റാണ് അപ്ലെറ്റ് എന്ന് പറയുന്നത്. അതിൽ അപ്ലെറ്റിന്റെ സ്കെൽട്ടൺ അറിയണം, എന്താണ് അപ്ലെറ്റ് സ്കെൽട്ടന്റെ കൺസെപ്റ്റ് എന്നുള്ളത്. അതുപോലെ അതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡുകൾ പെട്ടാണ് പെയിന്റ്, റീപെയിന്റ്, ഇങ്ങനത്തെ മെത്തേഡ്, ഇതെല്ലാം അപ്ലെറ്റിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അപ്ലെറ്റ് പഠിക്കുക, അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അപ്ലെറ്റിന് ജസ്റ്റ് എന്തെങ്കിലും ഷോ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതാണ് ഈ മൊഡ്യൂൾ, അതായത് JDBC കണക്ഷന് അപ്ലെറ്റ്. അതാണ് ഈ 4th മൊഡ്യൂളിൽ ആകെ അറിയാനുള്ള സംഭവം. 5th മൊഡ്യൂളിൽ നിന്ന് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay 1-2 ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതിൽ പെട്ടതാണ് ഈ AWTന്റെ കൺസെപ്റ്റ്. AWT ടൂളുകൾ 1-2 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതായത് ലിസ്റ്റ് ബോക്സ്, ലാബില്, ബട്ടൺ, ഇതിനെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് വരുന്നത് AWT കമ്പോണൻസ് ആണ്. ബട്ടൺ, ചെക്ക് ബോക്സ്, മെനു ഐറ്റംസ്, ഇതൊക്കെ ഈ AWTന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. ഓരോന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. പിന്നെ അതുപോലെ ഇതിൽ നിന്ന് ചോദിക്കുന്ന AWTന്റെ കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. AWTന്റെ അഡ്വാൻറ്റേജും അതും സ്വിങ് സിലബസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. AWTന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജാവന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്നുള്ളത്. അതേപോലെ അഡാപ്റ്റർ ക്ലാസ്, ഇത് ചോദിക്കലുണ്ട്. ഇവന്റ്സുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിട്ടുപോയതാണ്. ഇവന്റ് ചോദിക്കാറുണ്ട്, കീബോർഡ് ആൻഡ് മൗസ് ഇവന്റ്സ്. അപ്പോൾ ഇവന്റ്സുകൾ ജാവയിൽ എല്ലാം അറിഞ്ഞിരിക്കണം, അതിനുപയോഗിക്കുന്ന കീബോർഡ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ ഗ്രാഫിക്സിൽ, ജാവന്റെ ഗ്രാഫിക്സിൽ പെട്ടതാണ് നമുക്ക് പോയിന്റ്, പെയിന്റ് ചെയ്യാൻ, ലൈന്, റെക്റ്റാങ്കിൾ, പോളിഗൺ, ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഈ 5th മൊഡ്യൂളിൽ മെയിനായിട്ട് പറയുന്നത് ഇവന്റ്സിന് അറിയണം, അതുപോലെ ഈ AWT കമ്പോണൻസ് അറിയണം, അതായത് ടെക്സ്റ്റ് ഏരിയ, ടെക്സ്റ്റ് ബോക്സ്, ഇങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ അറിയേണ്ടത് ഈ ഗ്രാഫിക്സിന്റെ കൺസെപ്റ്റും, ഗ്രാഫിക്സിനെ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന ചെറിയൊരു കോഡ്, പോളിഗണ്, ഇതിനൊക്കെ ഒരു ചെറിയ കോഡ്. പക്ഷേ എന്നിരുന്നാലും ഇതിൽ നിന്ന് സാധാരണ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല ഈ ഒരു 5th മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജാവന്റെ കൺസെപ്റ്റ്. ഇതുവരെയുള്ള കേസാണ് പറയുന്നത്, ചോദിച്ചുകൂടായില്ല. ഇതുവരെ കഴിഞ്ഞ എക്സാമുകൾക്കൊന്നും ഈ 5th മൊഡ്യൂളിൽ നിന്ന് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ഇതിലേതെങ്കിലും 1-2 എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അതായത് AWTന്റെ ഏതെങ്കിലും കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് JDK എന്താണെന്നുള്ളത്, ജാവ ഡെവലപ്മെന്റ് കിറ്റ്, അതറിയാം. പിന്നെ ത്രെഡിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, ത്രെഡ് അറിയണം. ബൈറ്റ് കോഡ്, നേരത്തെ പറഞ്ഞ ബൈറ്റ് കോഡ് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതാണ്, നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബൈറ്റ് കോഡ്. പിന്നെ AWT ഇതൊക്കെ അറിയണം. അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്, പിന്നെ ലാസ്റ്റ് പറഞ്ഞത്. അതുപോലെ ഗ്രാഫിക്സിലെ മെത്തേഡാണ് പെയിന്റ് മെത്തേഡ്, എന്തെങ്കിലും ഡ്രോ ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കും. പിന്നെ പോളിമോർഫിസം, ഇതൊക്കെ കോമൺ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ അപ്ലെറ്റിന്റെ സ്കെലിട്ടൺ നേരത്തെ പറഞ്ഞത്. അതേപോലെ അറേന്റെ കൺസെപ്റ്റ് അറിയണം, കൺസ്ട്രക്ടർ, ഇതൊക്കെ ഹൂപ്സ് കൺസെപ്റ്റിൽ വന്നതാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതന്നെയാണ്. അതേപോലെ ഗ്രാഫിക്സിലെ ഡ്രോ ലൈനും റെക്റ്റാങ്കിൾ വരയ്ക്കാനും, അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിലുള്ള കൺസെപ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ഓവർലോഡിങ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓവർറൈഡിങ്ങും ഓവർലോഡിങ്ങും. ഓക്കെ, പിന്നെ ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ, വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ അപ്ലെറ്റിന്റെ ലൈഫ് സൈക്കിളും, ഈ ത്രെഡ് ഓർ അപ്ലെറ്റ് essay ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിലിപ്പോൾ essay ആയിട്ടല്ല ചോദിച്ചിട്ടുള്ളത്, ത്രെഡോ അല്ലെങ്കിൽ അപ്ലെറ്റിന്റെ ലൈഫ് സൈക്കിൾ. ഓക്കെ, ദെൻ അടുത്തത് ഒരു ചെറിയൊരു പ്രോഗ്രാം, സമ്മ് കാണാനുള്ള ഒരു പ്രോഗ്രാം. അതുപോലെ JDBC എന്താണെന്നുള്ളത് ജസ്റ്റ് ഷോർട്ട് നോട്ട് ചെയ്താൽ. ഓപ്സ് കൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റുകൾ. അതുപോലെ ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ എക്സെപ്ഷൻ ക്ലാസ്, യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ, മറ്റേത് ലാസ്റ്റ് ആ മൊഡ്യൂളിലെ ലാസ്റ്റ് പറഞ്ഞ എക്സെപ്ഷൻ ഹാൻഡിലിംഗ് മെക്കാനിസം, അതിലെ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസും. പിന്നെ ഇൻഹെറിറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്സിൽ പെട്ട തന്നെയാണ്. പിന്നെ എക്സെപ്ഷൻ ഹാൻഡിലിംഗ് മെക്കാനിസം, ഇത് സ്ഥിരമായിട്ട് essay ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ത്രെഡ് സ്ഥിരമായിട്ട് essay ചോദിക്കുന്നതാണ്. അപ്ലെറ്റ് സ്ഥിരമായിട്ട് essay ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം essay ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ചെറിയൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എല്ലായ്പ്പോഴും ചോദിക്കുന്നില്ല, പക്ഷെ ചില സമയത്തൊക്കെ പ്രോഗ്രാം 1-2 ചോദിക്കാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ജാവ വെർച്വൽ മെഷീൻ, കോമൺ കൺസെപ്റ്റുകൾ തന്നെയാണ് എല്ലാം ചോദിക്കാറുള്ളത്. ജാവ സുഖമാണ്, പഠിച്ചാൽ പെട്ടെന്ന് തന്നെ പാസ്സാവാൻ, നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയ പേപ്പറാണ്. ഓപ്സിലെ പ്രിൻസിപ്പിളുകൾ, പിന്നെ ഈഫിന്റെ സിൻടാക്സ്, ഇതിലേതും ചോദിക്കാം. സ്വിച്ചിന്റെ സിൻടാക്സ്, ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ്. അത് ലൈഫ് സൈക്കിൾ, അപ്ലെറ്റിന്റെ ലൈഫ് സൈക്കിൾ, ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ, അപ്ലെറ്റിന്റെ ലൈഫ് സൈക്കിൾ, ഇതൊക്കെ ചോദിക്കും. ദെൻ നെക്സ്റ്റ് ഫോർ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇതൊക്കെ സാധാരണ C++ലൊക്കെ ഉള്ള കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ API പാക്കേജുകൾ,
APG പാക്കേജുകൾ AWTന്റെ കൺസെപ്റ്റ് പിന്നെ വരുന്നത് ഇൻഹെറിറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കൺസ്ട്രക്ടേഴ്സ് ഇതൊക്കെ ഓപ്സ് കൺസെപ്റ്റിൽ പെട്ടതാണ് ഇതൊരു ചെറിയൊരു പ്രോഗ്രാം പിന്നെ JDBCന്റെ ഡാറ്റാബേസ് കണക്ട് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ 4 സ്റ്റെപ്പ് പറ്റിയാ വരുന്നുണ്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പും അതിന്റെ ചെറിയ കോഡും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും അതിന്റെ ബേസിക് കോഡുകൾ എസ്എക്ക് ചോദിക്കും അത് അറിഞ്ഞിരിക്കണം ലൈഫ് സൈക്കിൾ ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ ഈ ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ ഇതൊക്കെ സ്ഥിരമായിട്ട് എസ്എ ഉള്ളതാണ് പറഞ്ഞു ദെൻ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം പ്രിമിറ്റീവ് കോമൺ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ അതുപോലെ JDBCനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റൊന്ന് ജാവന്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ് സ്ട്രോങ് അങ്ങനത്തെ ജാവന്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ് അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് എഴുതുക ടൈപ്പ് കാസ്റ്റിംഗ് കൺവേർഷൻ ആണ് ഒരു ടൈപ്പിൽ നിന്ന് ഇൻറ്റിജറിന് ഫ്ലോട്ടൊക്കെ ഫ്ലോട്ടിൽ നിന്ന് ഇൻറ്റിജർക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ്സ് ഇതൊക്കെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് മറ്റതിലൊക്കെ വരുന്ന പോലെ തന്നെ പിന്നെ ബഫർ ക്ലാസ് ഇൻപുട്ട് സ്ട്രീമിംഗ് റീഡ് ചെയ്യാനുള്ള ഓരോ ക്ലാസ്സുകൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും ഇതും എല്ലായ്പ്പോഴും ചോദിക്കാറുള്ളൂ പിന്നെ IP അഡ്രസ്സിന്റെ ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോഴത്തെ ഈ സിലബസിലില്ല അപ്പോൾ അത് നോക്കുക സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക കേട്ടോ ഓവർലോഡിങ് ഓവർ റൈഡിങ് ആപ്ലെറ്റിന്റെ കൺസെപ്റ്റ് AWT ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓപ്സിന്റെ കൺസെപ്റ്റ് കൺസ്ട്രക്ടറിന്റെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കൺസ്ട്രക്ടറിന്റെ ഒരു എക്സാമ്പിളും പഠിച്ചു വെക്കുക ദെൻ ഒരു റെക്ടാങ്കുലർ ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി JDBCന്റെ കണക്ടിവിറ്റി നേരത്തെ പറഞ്ഞ പോലെ ജാവന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഡാറ്റാബേസിനോട് കണക്ട് ചെയ്യാനുള്ള അപ്പോൾ അതിന്റെ 4 സ്റ്റെപ്പ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിന്റെ ചെറിയ കോഡുകളായിട്ടും ഓക്കെ പിന്നെ ഇന്റർഫേസുകൾ അറിയാം URLന്റെ കണക്ഷൻ ഇത് സിലബസിൽ ഇല്ല ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി പിന്നെ ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ ഇത് ഒരുപാട് പ്രാവശ്യം ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ത്രെഡ് ലൈഫ് സൈക്കിൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ആപ്ലെറ്റിന്റെ ലൈഫ് സൈക്കിൾസും അത് അറിഞ്ഞിരിക്കണം പിന്നെ AWTനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏതൊക്കെയാണ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് ഏരിയ ഇതിൽ പറഞ്ഞ ഈ AWTന്റെ കമ്പോണൻസ് അതിനെ കുറിച്ച് ഒരു 10 അറിഞ്ഞു വെക്കുക ബട്ടൺ ചെക്ക് ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ജാവന്റെ ഒരു 22 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് ആയിട്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് മാത്രം പഠിച്ചാൽ തന്നെ ഒരു 90% മാർക്ക് ഷുവർ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് മാത്രം പഠിച്ച് എക്സാമിന് പോകാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം അടുത്ത നെക്സ്റ്റ് ചെയ്യാനും മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ 5th 6th BCA BSc കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ